ശ്രീ ഗോകുൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമാണ്. കാരണം തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കൂടി കടക്കുകയാണ്. ഇതിനകത്ത് കാരണം 3 മുന്നണികൾ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുകയാണ്. മൂന്നാമത് വന്നിരിക്കുന്ന മുന്നണി കേരളത്തിൽ എത്രത്തോളം സ്പേസ് സൃഷ്ടിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇവിടെ മൂന്നാം മുന്നണി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ജനകീയ മുന്നണി എന്ന് പറയുന്നത് ഈ BJP നേതൃത്വത്തിലുള്ള NDA ആണ്. നിങ്ങൾ നോക്കൂ, അത് എന്താണ് BJPക്ക് കേരളത്തിൽ രാഷ്ട്രീയമായി ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്നുള്ളത് BJPയേക്കാൾ നന്നായി അറിയാവുന്നത് എതിരാളികൾക്കാണ്. അപ്പോൾ ഇന്നലെ വന്ന വാർത്തകൾ എന്ന് പറയുന്നത് CPIM എല്ലാ ജില്ലാ ഘടകങ്ങളോടും റിപ്പോർട്ട് തേടിയിരിക്കുന്നു. BJPയുടെ പ്രവർത്തനങ്ങളും BJPയുടെ സ്ട്രാറ്റജിയും പഠിക്കാനും പഠിച്ച് റിപ്പോർട്ട് തരാനും. കോൺഗ്രസിനെ കുറിച്ചല്ല, BJPയെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ BJP കേരളത്തിൽ വിഭാവനം ചെയ്യുന്ന ജനകീയ അടിത്തറയിൽ ഊന്നിയുള്ള, ജനകീയ പ്രശ്നങ്ങളിൽ ഊന്നിയുള്ള, വികസിത കേരളം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യത്തിൽ ഊന്നിയുള്ള വികസനത്തിന്റെ രാഷ്ട്രീയത്തെ, അതിന്റെ പ്രചരണത്തെ, അതിന്റെ ജനകീയമായ അടിത്തറയെ, ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് എത്തുന്നതിനെ CPM-ഉം കോൺഗ്രസും ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാലോ, CPM ഒരു കാര്യം പഠന വിധേയമാക്കുന്നുണ്ടെങ്കിൽ അത് അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയം അവർക്ക് വർദ്ധിക്കുകയുള്ളൂ. പക്ഷെ കേരളത്തിൽ BJP കൃത്യമായി പറയുന്ന രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. വികസിത കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വികസിത കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ആ വികസിത കേരളത്തെ സൃഷ്ടിക്കലാണ് ഞങ്ങൾ ഈ BJP നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അവസാനത്തെ എൻഡ് പോയിന്റ്. അപ്പൊ അതിനുവേണ്ടിയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ BJPയുടെ വികസിത കേരള ടീം, ഞങ്ങളുടെ ടീമിനതാണ് പറയുന്നത്, നമ്മളെ കമ്മിറ്റിയും ഘടകങ്ങളൊന്നുമില്ല. കേരളത്തിലെ എല്ലാ BJP പ്രവർത്തകനും എല്ലാ നേതാവും ഈ വികസിത കേരള ടീമിന്റെ ഭാഗമാണ്. അതിനുവേണ്ടിയാണ് കേരളത്തിലെ 947ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തുകൾ, 67ഓളം വരുന്ന മുനിസിപ്പാലിറ്റികൾ, 6 നഗരസഭകൾ, എല്ലായിടത്തും BJP കേരളത്തിൽ 23,000-23,000-ലധികം വരുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി അതിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു രാഷ്ട്രീയ സ്ട്രാറ്റജി BJPക്കുണ്ട്. അത് കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇതിൽ ഏതാണ്ട് ഒരു 11 മുനിസിപ്പാലിറ്റി ഏതാണ്ട് BJP ഉന്നം വെച്ച് കഴിഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ 2 കോർപ്പറേഷൻ, 2 അല്ലെങ്കിൽ 3 വരെ, കൂടാതെ നിരവധി പഞ്ചായത്തുകളിലേക്കും കൂടി കടന്നുകയറ്റം പ്രതീക്ഷിക്കാം. ഇത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രതീക്ഷകൾക്കപ്പുറം ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. നമുക്കിനി ഒരു 30-40 ദിവസമാണല്ലോ ഇതിന്റെ ഒരു റിസൾട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ഏകദേശം 4 മാസത്തിലധികമായി ഇതിന്റെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ജനങ്ങളിൽ നിന്നുള്ള ഞങ്ങൾക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്, ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഞങ്ങളുടെ രാഷ്ട്രീയം, അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന 11, 2, 3 എന്നതിനപ്പുറം അത്ഭുതങ്ങൾ കേരളത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് കേരളത്തിൽ BJPക്ക് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ അല്ല, ഞങ്ങൾക്ക് ഇതൊരു ഫൈനലാണ്. ഞങ്ങൾക്ക് ഡു ഓർ ഡൈ തന്നെയാണിത്, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ വിജയത്തിനപ്പുറം അതിൽ കുറഞ്ഞതൊന്നും BJP കേരളത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നതേയില്ല. ഞങ്ങളുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ, രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ശ്രീ അമിത്ഷാജി കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 2 വട്ടം കേരളം സന്ദർശിക്കുകയുണ്ടായി. അമിത്ഷാ വെറുതെ കേരളം സന്ദർശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അതിന്റെ ഏറ്റവും ഒടുവിൽ ശ്രീ JP നദ്ദാജി, ഓൾ ഇന്ത്യ പ്രസിഡന്റ്, BJPയുടെ പ്രസിഡന്റ് കേരളത്തിൽ വന്നു. അപ്പൊ ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ ലീഡർഷിപ്പിന്റെ അംഗീകാരവും അവരുടെ ആശംസകളും അവരുടെ എല്ലാ രീതിയിലുമുള്ള പിന്തുണയും തേടിക്കൊണ്ട് തന്നെയാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത്. കേരളത്തിൽ 2026 നിയമസഭയിലേക്ക് BJP നടത്താൻ പോകുന്ന വലിയ തേരോട്ടത്തിന്, കുതിച്ചുചാട്ടത്തിന് ഒരു തുടക്കമായി ഈ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറും. അപ്പൊ ഇതിന്റെ ഒരു ഫലസൂചന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലക കൂടിയായി മാറും എന്നുള്ള രീതിയിലായിരിക്കാം ഒരുപക്ഷെ പ്രവർത്തനം, അല്ലേ? നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആരംഭിച്ചിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ഇതിൽ വിജയിക്കുക, പരമാവധി വാർഡുകളിൽ വിജയിപ്പിക്കുക, 23,000-ൽ പരമാവധി വാർഡിൽ വിജയിക്കുക, പരമാവധി സ്ഥാപനങ്ങൾ, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, നേതൃത്വം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതിന് ഞങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള
ലീഡർഷിപ്പ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം നഗരസഭ, അതുപോലെ തന്നെ തൃശ്ശൂർ നഗരസഭ, ഇതെല്ലാം പ്രധാനപ്പെട്ട BJPയുടെ എന്താ പറയുക 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയായി മാറും. തിരുവനന്തപുരം നിയമസഭ ഭൂരിപക്ഷം നേടി വിജയിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ആത്മവിശ്വാസവും പ്രവർത്തനവും രാഷ്ട്രീയവും ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള ഈ ഒരു സ്ട്രാറ്റജി സ്വാഭാവികമായിട്ട് CPM-നെയും കോൺഗ്രസിനെയും അലോസരപ്പെടുത്തുന്നുണ്ട്. ആ അലോസരം കൂടി ഞങ്ങൾക്ക് രാഷ്ട്രീയമായി മുന്നേറ്റത്തിന് സഹായകമാവും. ഈ ചില മുനിസിപ്പാലിറ്റികൾ കൈവശമുണ്ട്, അതെ, കൂടാതെ മറ്റു നേട്ടവും കൂടി ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് നിങ്ങൾ, അല്ലേ? ഇപ്പൊ പന്തളവും പാലക്കാടും ഒക്കെ വെറും പറച്ചിലുകളല്ല, അതിനൊരു ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയം. നമ്മൾ ഇതിൽ എന്താ പറയാ, പ്രത്യേകമായി സാധാരണ CPM-ഉം കോൺഗ്രസും തിരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള മതചിഹ്നങ്ങളോ ജാതി ചിഹ്നങ്ങളോ വൈകാരിക പ്രകടനങ്ങളോ ഒന്നുമല്ല. വികസന രാഷ്ട്രീയമാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ യുവാക്കൾ, കേരളത്തിലെ വൃദ്ധർ, കേരളത്തിലെ ജനസാമാന്യം, സാധാരണക്കാർ, കേരളത്തിലെ സംരംഭകർ, അങ്ങനെ സാധാരണക്കാർ തൊട്ട് എല്ലാ മേഖലയിലും വ്യാപരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ജീവിത പ്രശ്നങ്ങളെയും അവരാഗ്രഹിക്കുന്ന വികസനത്തെയും ആ രാഷ്ട്രീയത്തെയും ഞങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യം കാണുകയാണ്. അതാണ് വികസിത കേരളം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യം. അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന്റെ റിസൾട്ടാണ് ഈ വിജയങ്ങളെല്ലാം എന്നാണ് BJP കാണുന്നത്. നമ്മൾ പറയാറുണ്ട്, ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഇത് മൂന്ന് തരത്തിലുള്ള ഫലമായിരിക്കും സംഭവിക്കുക. അപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലുള്ള നേട്ടം നിങ്ങൾക്കുണ്ടായാലും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്നുണ്ടോ? അല്ല, അത് കാരണം ഇതിനകത്ത് പ്രാദേശികമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM കേരളത്തിൽ ക്രിയേറ്റ് വെച്ചൊരു മോഡ് ഓഫ് ഓപ്പറേൻഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രാദേശിക പ്രശ്നങ്ങളിലും പ്രാദേശിക സ്ഥാനാർത്ഥികളിലും മാത്രം ഊന്നിയുള്ള ഒരു സ്ട്രാറ്റജിയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എല്ലാ കാലത്തും. അതിന്റെ പുറകെ രാഷ്ട്രീയ കേരളം കിടന്ന് കറങ്ങുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലായിടത്തും വികസിത കേരളം എന്ന് പറയുമ്പോൾ വികസിത തിരുവനന്തപുരം ഉണ്ട്. വികസിത തിരുവനന്തപുരത്ത് ഒരു വാർഡാണല്ലോ ശ്രീവരാഹം, വികസിത ശ്രീവരാഹം ഉണ്ടെന്നേ. അതുപോലെ ഏത് പഞ്ചായത്തിലാണെങ്കിലും ആ പഞ്ചായത്തിലെ വാർഡും വികസിക്കണമല്ലോ, അല്ലെങ്കിൽ പഞ്ചായത്തിന് വികസനം വരണമല്ലോ. അപ്പൊ വികസനം എന്ന് പറയുന്നത് എല്ലാവരുടെ ആഗ്രഹമാണ്, എല്ലാവരുടെ ആവശ്യമാണ്, അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കുകയും നേടിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ഫോർമുലയാണ്, രാഷ്ട്രീയ ഒരു ബദൽ സംവിധാനമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾ ഏറ്റെടുക്കും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു പഞ്ചായത്ത് വാർഡിൽ പ്രതിഫലിക്കുന്ന കാര്യം നിയമസഭയിലും പ്രതിഫലിക്കും എന്നുള്ളതാണ്. കാരണം ഞങ്ങൾക്ക് രണ്ട് മുദ്രാവാക്യമല്ല, രണ്ട് സ്ട്രാറ്റജിയല്ല, എല്ലായിടത്തും വികസനത്തിന്റെ സ്ട്രാറ്റജിയാണ് BJP-യുടെ ഉള്ളത്. അപ്പൊ തലസ്ഥാനം തന്നെ പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ നോട്ടമെന്ന് തോന്നുന്നു, അല്ലേ? BJP തലസ്ഥാനം പിടിച്ചുകൊണ്ട് കേരളം പിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.